ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്തു കഴിയുമ്പോൾ കിഡ്നി നശിച്ചു പോകും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജിമ്മിൽ പോകുന്നവർ അതിനെ ഭയന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സത്യത്തിൽ എങ്ങനെയാണ് ക്രിയാറ്റിൻ നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കുന്നത്? ഇന്ന് ഇതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ക്രിയാറ്റിൻ എന്നത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു സംയുക്തമാണ്. അത് പ്രധാനമായും പേശികളിൽ സൂക്ഷിക്കപ്പെടുന്നു. അതിൻ്റെ പ്രധാന ജോലി ATP അഥവാ എനർജി കറൻസി ഓഫ് ദ സെൽ അതിൻ്റെ ഉൽപ്പാദനം സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റിനും മസിൽ ഗ്രോത്തിനും വേണ്ടി നിരവധി ആളുകൾ ഇത് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. നിരവധി പഠനങ്ങൾ ഈ രൂപത്തിലുള്ള ക്രിയാറ്റിൻ ദൈർഘ്യകാലം ഉപയോഗിച്ചാലും സുരക്ഷിതമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. സാധാരണ 3 തൊട്ട് 5 ഗ്രാം ദിവസേന ആണ് ഡോസ്. പലരും കരുതുന്നത് ക്രിയാറ്റിൻ നെഫ്രോടോക്സിക് ആണെന്നാണ്, അതായത് കിഡ്നി നശിപ്പിക്കും എന്ന്. അതിൻ്റെ കാരണം സിറം ക്രിയാറ്റിനൈൻ എന്നത് ചിലപ്പോൾ കുറച്ച് ഉയർന്നത് ആണ്. എന്നാൽ അതൊരു ഫാൾസ് അലാം ആകാം. ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്താൽ അതിൻ്റെ മെറ്റബോലൈറ്റായ ക്രിയാറ്റിനൈൻ അല്പം കൂടാം, പക്ഷേ അതുകൊണ്ട് കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞതായി വരില്ല. 2020 സിസ്റ്റമാറ്റിക് റിവ്യൂ അനുസരിച്ച് ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ഉപയോഗിച്ചപ്പോൾ കിഡ്നി ഫംഗ്ഷനിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ബ്ലഡ് യൂറിയ നൈട്രജൻ, സിറം ക്രിയാറ്റിനൈൻ, GFR എല്ലാം സേഫ് റേഞ്ചിൽ ആയിരുന്നു. എന്നാൽ പ്രീ എക്സിസ്റ്റിംഗ് കിഡ്നി ഡിസീസ് ഉള്ളവരിൽ വലിയ സ്റ്റഡി ഡാറ്റ ഇല്ല. അതുകൊണ്ടാണ് മെഡിക്കൽ അഡ്വൈസ് ആവശ്യമായത്. നിങ്ങൾക്ക് നേരത്തെ കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ ക്രിയാറ്റിൻ അവോയ്ഡ് ചെയ്യുന്നതാണ് ഉത്തമം. ഒരുപാട് ഫ്ലൂയിഡ്സ് കുടിക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എല്ലാ സപ്ലിമെൻറ്റ്സും വിദഗ്ധൻ്റെ അനുഭവത്തോടെ മാത്രം എടുക്കുക. ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. മിത്ത് നമ്പർ 1, ക്രിയാറ്റിൻ കിഡ്നിയെ നശിപ്പിക്കും. ഫാക്ട്: ഹെൽത്തി കിഡ്നീസിൽ ക്രിയാറ്റിൻ സേഫ് ആണെന്ന് വലിയ റിസർച്ച് നടന്നിട്ടുണ്ട്. മിത്ത് നമ്പർ 2, ക്രിയാറ്റിൻ അടിയന്തരമായി മസിൽ ബിൽഡ് ചെയ്യും. ഫാക്ട്: ഓൺലി വിത്ത് റെഗുലർ എക്സസൈസ് ആൻഡ് ഡയറ്റ് സപ്പോർട്ട്. മിത്ത് നമ്പർ 3, ക്രിയാറ്റിൻ ഉപയോഗിച്ചാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ഫ്ലൂയിഡ് ഇൻടേക്ക് ശരിയായി സൂക്ഷിച്ചാൽ ഡീഹൈഡ്രേഷൻ നടക്കില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് സേഫ് ആണോ അൺസേഫ് ആണോ എന്നത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് പ്രൊഫൈൽ അനുസരിച്ച് മാത്രമേ തീരുമാനിക്കാനാവൂ. പക്ഷേ ഹെൽത്തി ആളുകൾക്ക് റിസർച്ച് അനുസരിച്ച് ക്രിയാറ്റിൻ സുരക്ഷിതമാണ്. അതുപോലെ തന്നെ മിത്ത് ഇല്ലാതാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇതുപോലെയുള്ള സയൻസ് ബാക്ക്ഡ് ഹെൽത്ത് വീഡിയോസ് കാണാൻ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ക്രിയാറ്റിൻ ഉപയോഗിച്ച അനുഭവമുണ്ടോ? കമൻറ്റിൽ പറഞ്ഞു തരൂ.